ജനപിന്തുണയും സാമൂഹിക മാധ്യമങ്ങളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കുന്ന അവസരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം. കാരണം ആ ജനപിന്തുണയും സാമൂഹിക മാധ്യമങ്ങളും സാധാരണ ജനങ്ങളും ഇന്നും ഏറ്റവും ആഗ്രഹിക്കുന്ന നേതാക്കളൊന്ന് രാഹുലാണ്. ഒരർത്ഥത്തിൽ എനിക്ക് വിഷമമുണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചെങ്കിൽ മന്ത്രിയാകേണ്ടതാണ്. അതായത് ഇന്ന് പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നതിന്റെ കാര്യം, യഥാർത്ഥത്തിൽ രാഹുലിനെതിരെയുള്ള കള്ളക്കേസുകളും രാഹുലിനെതിരെയുള്ള പല കുൽസിത ബുദ്ധിക്കാരുടെ ക്യാമ്പയിനുകളിലും ആ യുവാവ് മാറി നിൽക്കേണ്ട അവസ്ഥയില്ലായിരുന്നെങ്കിൽ നാളെയോ മറ്റന്നാളോ കേരളത്തിന്റെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ കഴിവ് കേരളത്തിന് ആവശ്യമാണ്. രാഹുൽ തിരിച്ചു വരണം. എന്തുകൊണ്ട് തിരിച്ചു വരണം എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. രാഹുലിന്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി, ശ്രീ വി ഡി സതീശിനെയും കെ സി വേണുഗോപാലിനെയും കുറിച്ച്. എത്ര ബാലൻസ്ഡ് ആയി, എത്ര നന്മയോടെ, നയത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാഹുലിന്റെ കംബാക്കിനുള്ള സമയമായി. അതിനും സാമൂഹ്യ മാധ്യമങ്ങൾ, സാധാരണ ജനങ്ങൾ, ജനപിന്തുണ രാഹുലിന് അനുകൂലമായി ഉണ്ടാകണം. കാരണം രാഹുലിനെതിരെയുള്ള കേസുകളെല്ലാം കള്ളക്കേസുകളാണെന്ന് വ്യക്തമായി തെളിഞ്ഞു. പോയ കോടതികളെല്ലാം രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ തെള്ളിക്കളയുകയുണ്ടായി. രാഹുലിന്റെ കംബാക്കിനുള്ള സമയമാണ്. ഇത് ചെയ്യാനുള്ള കാര്യം കൂടി ഞാൻ രാഹുലിന്റെ ഒരു വീഡിയോ കാണുകയായിരുന്നു. അതായത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ശ്രീ വി ഡി സതീശനെ അഭിനന്ദിക്കുകയും ശ്രീ കെ സി വേണുഗോപാലിനെ കുറിച്ച് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറയുകയും യഥാർത്ഥത്തിൽ പല മാധ്യമങ്ങളും കോൺഗ്രസിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. ഇത്രയും മനോഹരമായ നിലപാടുകൾ പറയുന്ന, സംസാരിക്കുന്ന, ഊർജമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു യുവാവ് മാറി നിൽക്കരുത്. രാഹുൽ മന്ത്രിയാകേണ്ടതായിരുന്നു. പക്ഷേ രാഹുൽ ഇനിയാണെങ്കിലും തിരിച്ചു വരണം, ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തണം. ചില കള്ളക്കേസുകളിൽ പെട്ട് പുരുഷന്മാരുടെ ജീവിതം ഇല്ലാതായി പോകുന്ന പോലെ രാഹുലിനെ മാറണം. നമുക്ക് രാഹുലിന്റെ നിലപാടുകളൊന്ന് ശ്രദ്ധിക്കാം. എനിക്ക് പറയാനായിട്ടുള്ളത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരാണ്. ചില മാധ്യമ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പ്. അതിന് നമ്മുടെ നേതാക്കന്മാർ പലപ്പോഴും നിന്നു കൊടുക്കാറുണ്ട്. നിന്നു കൊടുക്കാതിരിക്കേണ്ട ബാധ്യത നമ്മൾ പ്രവർത്തകർക്ക്. അത് സത്യമാണ് കേട്ടോ, അത് സത്യമാണ്. രാഹുൽ പറഞ്ഞത് വളരെ സത്യമാണ്. അതായത് പലപ്പോഴും എല്ലാ ബഹുമാനത്തോടെയും പറഞ്ഞോട്ടെ, ആ കുത്തിത്തിരിപ്പിന് കോൺഗ്രസിന്റെ പല സീനിയർ നേതാക്കളും പലപ്പോഴും നിന്നു കൊടുക്കാറുണ്ട്. അപ്പൊ അത് വളരെ കറക്റ്റാണ് രാഹുൽ പറഞ്ഞത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ല. കാരണം എന്റെ അഭിപ്രായത്തിന്റെ പേരിൽ ആരെങ്കിലും തമ്മിൽ തർക്കമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല എന്റെ അഭിപ്രായത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അഭിപ്രായങ്ങൾ പാർട്ടിയിൽ ഉണ്ട് എങ്കിൽ ആ ഫോറത്തിലാണ് പറയേണ്ടതെന്നാണ് എന്റെ വിശ്വാസം. ഈ മൂന്ന് നേതാക്കന്മാരിൽ 3 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരല്ല. ആർക്കെങ്കിലും യോഗ്യതയില്ലായ്മയോ അധിക യോഗ്യതയുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ പേരിൽ എന്തെല്ലാം കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾക്ക്. ഉമ്മൻചാണ്ടി സാറിന്റെയും കെ സി വേണുഗോപാലിന്റെ പടമുള്ള ഫ്ലക്സ് ബോർഡ് കത്തിക്കുക. ഉമ്മൻചാണ്ടി സാറ് കത്തുന്നത് കാണുന്നത് കോൺഗ്രസ്സുകാരനാ. വി ഡി സതീശന്റെ പടമുള്ള ഫ്ലക്സിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുക. വി ഡി സതീശന്റെ മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാര. ഇതൊക്കെ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അങ്ങനെ കയ്യടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. സി പി എമ്മിന്റെയും ബി ജെ പിക്കാരനും നിരന്തരമായി തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമം ഉണ്ടാകും എന്നല്ലാതെ തഴമ്പിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയിങ് ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാനാണ്. ഇന്ന് പറഞ്ഞ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല ഇത് പറയുന്ന ഏറ്റവും യോഗ്യം ഞാൻ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ഏറ്റവും അധികം തവണ ജയിലിലടച്ചത് തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട് എന്നെ ജയിലിലടച്ച ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ പ്രതികരിച്ച ഒരാളാണ്. അതുകൊണ്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ. എനിക്ക് അഭിപ്രായം പറയുന്നത്, ശ്രീ കെ സി വേണുഗോപാൽ ഇത്രയേറെ അധിക്ഷേപിക്കപ്പെടുവാൻ, ഇത്രയേറെ അപമാനിക്കപ്പെടുവാൻ, അപഹസിക്കപ്പെടുവാൻ, ശപിക്കപ്പെടുവാൻ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം പൊതുവിടത്തിലേക്ക് വന്ന ഏതെങ്കിലും നേതാക്കന്മാരെ അപമാനിച്ചു? അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, വി ഡി ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ആർ സി ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്താ തെറ്റ്? എത്ര സത്യസന്ധമായിട്ടാണ് പറയുന്നത്. സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു തെറ്റുമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വി ഡി മുഖ്യമന്ത്രി ആകട്ടെ എന്നോ, ആർ സി മുഖ്യമന്ത്രി ആകട്ടെ എന്നോ, കെ സി മുഖ്യമന്ത്രി ആകട്ടെ എന്നോ എന്ന് പറയാം. പക്ഷെ അതിന്റെ പേരിൽ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്നത് ഒട്ടും നല്ല പ്രവണതയല്ല. ശ്രീ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചു, പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, ആശുപത്രിയിൽ കിടക്കുന്ന സോണിയാഗാന്ധിക്ക് നേരെ വരെ അപമാന പ്രചരണങ്ങൾ ഉണ്ടായി, മല്ലികാർജുന ഖാർഗെ നിരന്തരമായി വേട്ടയാടി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ എന്തുതരം UDF സംസ്കാരമാണ്? എന്തുതരം കോൺഗ്രസ് സംസ്കാരമാണ്? ശ്രീ കെ സി വേണുഗോപാൽ കുറെ ആളുകൾ പറയുന്നത് കേട്ടു പെട്ടി തൂക്കിയാണ്. എന്ത് പെട്ടി തൂക്കി?
കണ്ണൂരിൽ പയ്യന്നൂര് പോലൊരു പാർട്ടി ഗ്രാമത്തിൽ KSUവിന്റെ സംഘടനാ പ്രവർത്തകനായി കടന്നു വന്ന് SFIക്കാരന്റെ തല്ലുകൊണ്ട് ജയിലിൽ കിടന്ന് KSU പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, ഒരു കോൺഗ്രസ്സുകാരന് ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴയിൽ നിന്ന് MLA ആയ ആളാണ്. ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാരൻ ഏറ്റവും ജയിക്കാൻ പ്രയാസമുള്ള ആലപ്പുഴ പാർലമെന്റിലെ മെമ്പറാണ്. 2019 19 ജയിച്ചപ്പോൾ നമ്മൾ തോറ്റുപോയ മണ്ഡലത്തിൽ 24 തിരിച്ചുപിടിച്ച ആളാണ് KC വേണുഗോപാൽ. അയാൾ എങ്ങനെയാ നൂലിക്കെട്ടിറക്കിയ ആളായി മാറുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജനായത്ത് അംഗീകാരം നേടിത്തന്നെയാണ് MLAയും MP യും മന്ത്രിയും ഒക്കെ ആയി ശ്രീ KC വേണുഗോപാൽ മാറിയത്. അദ്ദേഹം ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആലപ്പുഴയിലെ ഏറ്റവും സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയിട്ടില്ലാത്ത ആളാണ് ശ്രീ KC വേണുഗോപാൽ. മാത്രമല്ല, വെള്ളാപ്പള്ളി ഇവരെ 3 പേരെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് ചുട്ടികുത്തിയ 3 പേരിൽ ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ. എന്നിട്ടും ജയിച്ചു വന്നു. ജനങ്ങളൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ നേതാക്കന്മാർ ക്ലാരിറ്റി ഉള്ളവരാണ്. സമുദായ നേതാക്കന്മാരെ കേൾക്കും എന്ന് കരുതി അവരുടെ ആരുടെയും തിണ്ണനിറങ്ങാൻ നമ്മുടെ ഒരു നേതാവും അതാണ് കറക്റ്റ് പൊസിഷൻ. പോകാറില്ല. എല്ലാരെയും ബഹുമാനമാണ്. വേണുഗോപാലും പോകാറില്ല. ഈ രാജ്യത്ത് KC വേണുഗോപാൽ രാജ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് 2019 ശേഷമാണ്. അതായത് കോൺഗ്രസ് തോറ്റു തുന്നം പാടി രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ചു പോയി. അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും അധികാരവും തേടിപ്പോയപ്പോ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആളാണ്. പിന്നെയും തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും KC നമ്മൾ ഓർത്തിട്ടില്ല. ഏതെങ്കിലും ഒരു പാല് സൊസൈറ്റിയിൽ തോറ്റാൽ പോലും നമ്മൾ പറയും KC ആണ് ഉത്തരവാദി. വിജയങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്ക്, പരാജയങ്ങളെല്ലാം KC വേണുഗോപാൽ. അയാൾ മറുത്തൊരു അക്ഷരവും വേണ്ടിയിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അയാളുടെ കോൺട്രിബ്യൂഷൻ ചെറുതാണ്. പാർട്ടി വിട്ട് കോൺഗ്രസ് ഒരുക്കിയത് KC ആണ്. MLA ആയ തളിപ്പറമ്പിലെ ഗോവിന്ദൻ മാഷ് ആദ്യം നന്ദി പറഞ്ഞത് KC വേണുഗോപാലിനാണ്. അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു വന്ന G സുധാകരൻ ആദ്യം നന്ദി പറഞ്ഞത് KC വേണുഗോപാലിനാണ്. അതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിജയ് അടക്കം KCക്ക് നന്ദി പറയുന്നുണ്ട്. ഒരു വിമതൻ പോലും ഉണ്ടാകാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ചേർത്ത് പിടിച്ച നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം MLA ആകട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആരെങ്കിലും ഒക്കെ MLA മാർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച MLA മാരൊക്കെ പിട്ടുതൂക്കികളാണോ? അൺപോപ്പുലർ ഒപ്പീനിയൻ, പക്ഷെ സത്യം. ഗൺമാന്റെ അടി കൊണ്ട്, തലക്കടി കൊണ്ട് ആശുപത്രിയിൽ കിടന്ന തോമസിനെ കാണാൻ പോയ ഒരാളാണ് ഞാൻ. കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. അവനെങ്ങനെയാ പെട്ടിതൂക്കിയാകുന്നത്? സന്ദീപ് വാര്യർ അധിക്ഷേപിക്കുന്നത് കേട്ടു. BJPയുടെ വിധ്വംസക രാഷ്ട്രീയത്തെ, വിദ്വേഷ രാഷ്ട്രീയത്തെ വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോ ഹൊയ് ഹൊയ് പാടിയ ആളുകളാണ് നമ്മൾ. അതേ നമ്മൾ സന്ദീപ് വാര്യരെ ഇപ്പൊ അധിക്ഷേപിക്കുന്നത് കാണുന്നു. എന്തുതരം രാഷ്ട്രീയമാണത്? എനിക്ക് ഏറ്റവും വേദന തോന്നിയത് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിക്കണമെന്ന് ചില ആളുകൾ പറയുന്നത്. ശരിയാ, മാത്യുവിനെ തോൽപ്പിക്കണം. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അയാളോട് മറുപടികൾ പറഞ്ഞിട്ടുള്ള ആളാണ് മാത്യു കുഴൽനാടൻ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മകളും അഴിമതിക്കാരാണ്, മാസപ്പടി വാങ്ങുന്നവരാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മാത്യുവിനെ CPM തോൽപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മളും ഒപ്പം ചേർന്ന മാത്യു എളുപ്പത്തിൽ തോറ്റു. പിന്നൊന്ന് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ വടകരയിൽ കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല. ശരിയാ, അവിടുത്തെ CPMകാരും BJPക്കാരും SDPIക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ കാലുകുത്തിക്കരുന്ന്. നമ്മളും കൂടെ കൂടിയ ഷാഫി പറമ്പിലിന് കാലുകുത്താൻ കഴിയുന്നത്. നമ്മളത് ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും അധികം നേതാക്കന്മാരും അതുപോലെ തന്നെ MLA സ്ഥാനാർത്ഥികളും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കാലാവസ്ഥ നോക്കാതെ, വെയിലാണോ മഴയാണോ നോക്കാതെ, രാവാണോ പകലാണോ എന്ന് നോക്കാതെ ആളെ കൂട്ടാനും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും ഷാഫി പറമ്പിൽ വേണമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പോലും അറിയാത്തൊരു വിഷയത്തിൽ അദ്ദേഹം അൺപോപ്പുലർ ആകണം, അദ്ദേഹത്തിനെതിരെ വെറുപ്പ് നമ്മൾ പടർത്തണം, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം. CPMകാരും പറഞ്ഞിട്ടില്ലാത്ത അധിക്ഷേപം വരെ നമ്മൾ പറയണം. നല്ല രീതിയാണ്. M ലിജുവിനെ ആക്ഷേപിക്കുന്നുണ്ട്. ലിജു ചേട്ടന്റെ കായംകുളത്ത് വെച്ചിട്ടുള്ള കണ്ണീരോട് കൂടിയിട്ടുള്ള പ്രസംഗം കണ്ടിട്ട് കരച്ചിൽ വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വലിയ M ലിജു ഫാനോ അദ്ദേഹത്തിന്റെ സപ്പോർട്ടറോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ലിജു ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഹി ഡിസേർവ്സ് ദാറ്റ്. ആ ലിജു ചേട്ടനെ ഇപ്പൊ നമ്മൾ തോൽപ്പിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ കുറെ ആളുകളെ തോൽപ്പിക്കണം. ശരി, എല്ലാരും തോൽപ്പിക്കാം. സന്ദീപ് വാര്യർ തൊട്ട് തിരുവനന്തപുരത്ത് ഇപ്പൊ ജയിച്ച സുധീർ ഷാ പാലോടിനെ വരെ നമുക്ക് തോൽപ്പിക്കാം. എന്നിട്ട് CPMനും BJPക്ക് എളുപ്പമാർഗം ഉണ്ടാക്കും. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, ലീഗിന്റെ പ്രവർത്തകർ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് ഞാൻ, പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും, എന്നെ പാർട്ടി കേട്ടിട്ടില്ല എന്നറിഞ്ഞിട്ടും, എന്നോട് നീതിയല്ല കാണിച്ചതെന്ന് ബോധ്യമുണ്ടായിട്ടും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഒരു മൗനം കൊണ്ട് പോലും, ഒറ്റ വരി കൊണ്ട് പോലും അസ്വസ്ഥത രേഖപ്പെടുത്താതെ ഈ പാർട്ടിക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ നടപടി എടുത്തപ്പോൾ പോലും പാർട്ടിയാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ അഭ്യർത്ഥന, ഇനിയെങ്കിലും നമ്മൾ ഈ ഹേറ്റ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കണം. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട് മറ്റു നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നു. CPMകാരും BJPക്കാരും പോലും പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ പറയുന്ന ആ പ്രവണതയ്ക്ക് നമുക്ക് അവസാനമുണ്ടാക്കാം. കാരണം ഈ നേതാക്കന്മാരെ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ തോളിലേറ്റി നടത്തേണ്ടത് നമ്മളാണ്.
അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം CPM-കാർ തിരിച്ചു പറഞ്ഞാൽ അവരുടെ ജോലി എളുപ്പമാകും. അതുകൊണ്ട് നമ്മൾ 10 വർഷമായി കാത്തിരുന്നൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. തെരുവില് സമരം ചെയ്ത ആളുകളാണ്, അടികൊണ്ട ആളുകളാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു 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 ബസ് ഇങ്ങനെ പോയ വഴിക്ക് കാണിച്ചതിന്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു സംഘം സഹപ്രവർത്തകർ എനിക്ക് ഒരുപാട് കേസുകളുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാം കൂട്ടായ്മയുടെ വിജയമാണ്, ജനങ്ങൾ നമുക്ക് സമ്മാനിച്ച വിജയമാണ്. ഈ പാർട്ടി അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയല്ല. നമ്മൾ ചില ആളുകൾ വാദത്തിന് വേണ്ടി പറഞ്ഞു KC വേണുഗോപാൽ ഹൈക്കമാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യും, മധ്യപ്രദേശും രാജസ്ഥാനും ആവർത്തിക്കും. സത്യത്തിൽ എന്താ മധ്യപ്രദേശും രാജസ്ഥാനും സംഭവിച്ചത്? ഇതിനു മുൻപ് പറയാഞ്ഞത് അങ്ങനെ KC പക്ഷം പിടിക്കുകയാണെന്ന് നിങ്ങൾ പറയുമെന്നുള്ളത് കൊണ്ടാണ്. രാജസ്ഥാനിൽ സത്യത്തിൽ ഹൈക്കമാൻഡിന് താല്പര്യം സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ രാജസ്ഥാനിലെ മഹാഭൂരിപക്ഷം ആളുകളും അവിടുത്തെ MLA-മാരും പറഞ്ഞു അല്ല, അശോക് ഗെഹ്ലോട്ടാണ് ശരിയെന്ന്. പാർട്ടി അതിനോടൊപ്പം നിന്നു. അതായിരുന്നു സത്യം. കാരണം സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചു. അധികാരമില്ലാത്തപ്പോഴും അശോക് ഗെഹ്ലോട്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായി തുടരുന്നു. മധ്യപ്രദേശിൽ ഹൈക്കമാൻഡിന് താല്പര്യം ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരുന്നു മുഖ്യമന്ത്രിയാകണം എന്നായിരുന്നു. പക്ഷെ അവിടുത്തെ MLA-മാരും പാർട്ടി പ്രവർത്തകരും പറഞ്ഞു അല്ല, കമൽനാഥ് ആകണം. അവരായിരുന്നു ശരി. കാരണം അധികാരം കിട്ടാത്തപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോ പാർട്ടി വിട്ട് BJP-യിൽ പോയി ഹേറ്റ് പൊളിറ്റിക്സ് പറയുകയാണ്. പാർട്ടി വിട്ട് അധികാരം കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിട്ട് പോകുന്നവന്മാരെ ഏതെങ്കിലും ഒരു സ്ഥാനം ഏൽപ്പിക്കാത്തതിന്റെ പേരിൽ ഒരു സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റിൽ പോകട്ടേന്നേ, തോറ്റു തുന്നം പാടിയാലും ഈ പാർട്ടി എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന കുറെ മനുഷ്യന്മാരില്ല, അവരുടേതാണ് ഈ പാർട്ടി. കേരളത്തിലും ഹൈക്കമാൻഡ് ഏറ്റവും യുക്തമായി തീരുമാനമെടുത്തു. ഒരാളും സ്വാധീനിക്കാൻ പോയില്ല. കേരളത്തിലെ പോപ്പുലർ ഡിമാൻഡായി വന്ന ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാകുക എന്ന ഡിമാൻഡ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുമ്പോൾ ആ ഹൈക്കമാൻഡിന്റെ പാർട്ടി KC വേണുഗോപാൽ ഉണ്ട്. ആ KC വേണുഗോപാൽ 2 കൈയും നീട്ടിയ തീരുമാനത്തെ സ്വീകരിച്ചു. രമേശ് ചെന്നിത്തല VD സതീശനോടൊപ്പം പരിഗണിക്കപ്പെട്ട ആളാണ്. VD സതീശൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആളാണ്. ആ രമേശ് ചെന്നിത്തലയാണ് VD സതീശന് പിന്തുണയുമായിട്ടുള്ള കത്ത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർക്ക്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു സൗന്ദര്യം, ബ്യൂട്ടി ഓഫ് അവർ ലീഡർഷിപ്പ്. അതുകൊണ്ട് ആ ട്രൂ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളണം. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പാർട്ടിക്കാരന്റെ അഭ്യർത്ഥനയാണ്. നമ്മൾ കാത്തിരുന്ന വിജയമാണ്. ഇനിയെങ്കിലും നമുക്ക് ഇത് ആഘോഷിച്ചു തുടങ്ങാം. നമസ്കാരം. കീടിലം. ഞാൻ അടുത്തിടയ്ക്ക് കേട്ട ഏറ്റവും മികച്ച ആർട്ടിക്കുലേഷൻസിലൊന്ന്, ഏറ്റവും മികച്ച വീഡിയോസിലൊന്ന് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള നന്മ. രാഹുലിന്റെ വാക്കുകൾ കേൾക്കട്ടെ. ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട വാക്കുകളാണ്. രാഹുൽ അഭിമാനമാണ്. രാഹുൽ തിരിച്ചു വരണം. ശക്തമായ ക്യാമ്പയിനുകൾ രാഹുൽ തിരിച്ചു വരാൻ വേണം. രാഹുലിനെതിരെയുള്ള കള്ളക്കേസാണ്. ശരിക്കും രാഹുൽ മന്ത്രിയാകേണ്ടതായിരുന്നു. രാഹുൽ തിരിച്ചു വന്ന് ഇനിയും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കണം. പാർട്ടി രാഹുലിനെ തിരിച്ചെടുക്കട്ടെ. അതിന് ശ്രീ KC വേണുഗോപാൽ അടക്കം ശ്രീ VD സതീശന്റെ നിലപാടുകൾ അതിന് അനുകൂലമാകട്ടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാഹുൽ ഇന്നും എനിക്ക് രാഹുലിനോട് രാഷ്ട്രീയപരമായ വിയോജിപ്പാണ്. പക്ഷെ രാഹുൽ എന്ന മനുഷ്യന്റെ നന്മ അതാണ് എന്നാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.